ആസ്ക് യുവർ മെന്ററിന്റെ പുതിയ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് GST. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2017 ജൂലൈ 1 ആണ് GST ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 166ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ GSTയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് 165 രാജ്യങ്ങളിൽ GST എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിലാണ് ആദ്യമായിട്ട് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ GST വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരുപാട് മൾട്ടിപ്പിൾ ടാക്സസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ടാക്സസിനൊക്കെ മേർജ് ചെയ്തിട്ട് ഒരൊറ്റ ടാക്സ് ആയിട്ട് മാറുകയാണ് GSTയിൽ ചെയ്തത്. കാസ്കേഡിംഗ് എഫക്റ്റിനെ അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, GST വന്നിരിക്കുന്നത്. അത് ഒരുപാട് ടാക്സസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് സർവീസ് ടാക്സ് ആവട്ടെ, സെയിൽസ് ടാക്സ് ആവട്ടെ. ആസ് എ കൺസ്യൂമർ എന്ന നിലയ്ക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഈ ടാക്സിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ ടാക്സസ് ഒക്കെ മേർജ് ചെയ്തിട്ട് എന്താണ്, ഒരൊറ്റ ടാക്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. എന്നാലും പൂർണ്ണമായിട്ട് എല്ലാ ടാക്സും മേർജ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടാക്സും എന്തിലേക്ക് വന്നിട്ടില്ല, GSTയിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും മുകളിൽ നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷന്റെ മുകളിൽ ഒരു പോർഷൻ ഓഫ് എമൗണ്ട് സാധാരണക്കാരിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഗവൺമെന്റിന്റെ ഇൻകത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, GST എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. GST വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് GST വന്നിരിക്കുന്നത്. അതായത് പിന്നെ കാസ്കേഡിംഗ് എഫക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ GST കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാസ്കേഡിംഗ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്. ആദ്യം വാറ്റിലൊക്കെ ഉണ്ടായിരുന്ന ടാക്സിന്റെ മുകളിൽ തന്നെ വീണ്ടും നമ്മൾ ടാക്സ് കണക്കാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ GST വന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് ഓൺ ടാക്സിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, GST വന്നിരിക്കുന്നത്. അതുപോലെ ടെക്നോളജി ഡ്രിവൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കും അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻ മുതൽ ഫയലിംഗ് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇൻക്രീസ്ഡ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ GST വന്നതിന് ശേഷം നോർമൽ ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഇപ്പൊ 20 ലാഖിന്, സർവീസിന്റെ കേസിൽ 20 ലാഖ് ആവട്ടെ, ഗുഡ്സിന്റെ കേസിൽ 40 ലാഖിന്റെ മുകളിൽ ടേൺ ഓവറുള്ള എല്ലാ ബിസിനസ്സുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, GST രജിസ്ട്രേഷൻ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ്സുകളൊക്കെ ഗവൺമെന്റിലേക്ക് GST അടയ്ക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ റവന്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് GST വരാനുണ്ടായിരുന്ന കാരണങ്ങൾ. GSTന് 2 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണുള്ളത്, ഇൻഡസ്ട്രിയൽ ട്രാൻസാക്ഷനും ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷനും. ഇൻഡസ്ട്രിയൽ ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ കേരളവും തമിഴ്നാടും തമ്മിൽ എന്ത് ചെയ്യാണ്, ട്രാൻസാക്ഷൻ നടക്കുകയാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ട്രാൻസാക്ഷൻ ആണ്. ഇത്തരം ഇൻഡസ്ട്രിയൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ടാക്സ് കളക്ട് ചെയ്യുക IGST എന്ന് പറഞ്ഞ രീതിയിലാണ്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് ടൈപ്പ് ഓഫ് GST അവിടെ വരുന്നത് IGST ആയിട്ടാണ്. മൊത്തം ടാക്സും എങ്ങോട്ടാണ് പോകുന്നത്, സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 18%, ഒരു പ്രൊഡക്റ്റിന് മുകളിൽ 18% ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ 18% എങ്ങോട്ട് പോകുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ 2 വ്യത്യസ്ത സ്ഥലങ്ങൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോടും കണ്ണൂരും തമ്മിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ നടക്കുന്നു. അതൊരു ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, ഒരു ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഒരു സ്റ്റേറ്റിനുള്ളിൽ 2 സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിൽ തന്നെ 2 വ്യത്യസ്ത സ്ഥലങ്ങളോ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം, ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇങ്ങനെ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ടാക്സ് കളക്ട് ചെയ്യുക CGST SGST എന്ന് പറഞ്ഞ പേരിലാണ്. അതായത് അവിടെ ടൈപ്പ് ഓഫ് GST വരുന്നത് CGSTയും SGSTയും, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. ഇനി യൂണിയൻ ടെറിട്ടറിന്റെ കേസിലാണെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിന്റെ ഉള്ളിൽ തന്നെ 2 സ്ഥലങ്ങൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ സ്റ്റേറ്റ് ടാക്സിന് പകരം UTGST, അതായത് യൂണിയൻ ടെറിട്ടറി GST ആണ് അവിടെ എന്ത് വരുന്നത്, ടാക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, GST വന്നത് അല്ലെങ്കിൽ GSTന്റെ 2 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് GST ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. Thank you for watching this video. Stay tuned for next.